പ്രൈം ടൈം കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ ഒളിവിലുള്ള കൂട്ടുപ്രതി ജോബി ജോസഫിനായി അന്വേഷണം ഊർജിതം. പത്തനംതിട്ട മൈലപ്രയിലെ ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി നോട്ടീസ് നൽകി. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, ഈ ഗർഭഛിദ്രത്തിനുള്ള മരുന്നടക്കം എത്തിച്ചു നൽകിയത് ഈ കൂട്ടുപ്രതിയാണ്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നത് എങ്ങനെ, ജയശങ്കർ? അതായത് റീജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ രണ്ടാം പ്രതി ജോബിക്ക് വേണ്ടിയും അന്വേഷണ സംഘം പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ജോബിയുടെ ഒരു സുഹൃത്തിന്റെ, പത്തനംതിട്ടയിലെ മൈലപ്രയുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തി ഈ വീട്ടുകാർക്ക് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, ജോബി എവിടെയെന്നറിയാൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം എന്നൊരു ആവശ്യമാണ് നിലവിൽ ഈ അന്വേഷണ സംഘം വീട്ടുകാരെ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കൃത്യമായ നോട്ടീസ് ഇല്ലാതെ, കൃത്യമായ കാര്യം പറയാതെ എങ്ങനെ വിട്ടയക്കുമെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഈ പരിസര പ്രദേശത്ത് തന്നെ നിലവിൽ തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയം മുമ്പ്, ഏകദേശം 30 മിനിറ്റ് മുമ്പാണ് അന്വേഷണ സംഘം ഇവിടെ എത്തുകയും ഈ ജോബിയുടെ സുഹൃത്തിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും തിരുവനന്തപുരത്തേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി പോകണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ വീട്ടുകാർ ഉൾപ്പെടെ ഇടപെടുകയും നോട്ടീസ് ഉൾപ്പെടെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഒരു നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത്. പക്ഷേ ഈ നോട്ടീസ് നൽകിയതിനു ശേഷവും അന്വേഷണ സംഘം ഇതുവരെ മടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ തുടരുന്നു. ഒരു പക്ഷേ ജോബി എവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ജോബിയുടെ മൈലപ്രയുള്ള സുഹൃത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു ആലോചന ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് ജോബിയെയും കൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അമ്മയോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറി, ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഫെനി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. മൈലപ്രയിലെ വീട്ടിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ, ജോബിയുടെ സുഹൃത്തിനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിന് കൊണ്ടുപോകുമോ എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ അറിയാം. അശാസ്ത്രീയമായാണ് ഗർഭഛിദ്രമടക്കം നടന്നിരിക്കുന്നത്. ഈ രണ്ടാം പ്രതിയായ ജോബി ജോസഫാണ് അതിന് മരുന്ന് എത്തിച്ചു നൽകിയത് എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ജോബിയെ കേന്ദ്രീകരിച്ചും ജോബിയെ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ സജീവമാകുന്നു. അതിന്റെ ഭാഗമായുള്ള ചില നടപടികൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്നു. അത് വിശദീകരിക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.